ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ചേരുകയാണ്. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, MSFന്റെ ഒരു പ്രാദേശിക പ്രവർത്തകനായിരുന്ന അരിയിൽ ഷുക്കൂറിനെ, ഒരു ചെറിയ പയ്യൻ അത്രയേ ഉള്ളൂ, അവന്റെ ചിത്രം കൊടുത്ത് കൊലപ്പെടുത്തുന്നതിനായിട്ടുള്ള ഗൂഢാലോചന നടന്നതിലേക്ക് അന്വേഷണം പോകാതിരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് നടന്നത് എന്നുള്ളത് അങ്ങ് കണ്ടറിഞ്ഞ കാലഘട്ടമാണല്ലോ ഇക്കഴിഞ്ഞ 12 കൊല്ലക്കാലയളവ്. ഇപ്പോൾ ഈ വിടുതൽ ഹർജി CBI കോടതി തള്ളിയിരിക്കുകയാണ്. എന്താണ് താങ്കളുടെ ആദ്യ പ്രതികരണം? ഈ കേസ് പാർട്ടി വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന കേസാണ്. ഷാദിഖ് അലി ശിഹാബ് തങ്ങളും ഞാനും അതുപോലെ പാർട്ടി സെക്രട്ടറിയും ഒരു സെക്രട്ടറി കൂടിയായ അഡ്വക്കേറ്റ് ഷാ മുഖാന്തരം കോർഡിനേറ്റ് ചെയ്ത് ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്തിട്ടാണ് നിയമത്തിൽ ലഭിക്കേണ്ട ഒരു ആനുകൂല്യം ഇപ്പോൾ കോടതിയിൽ നിന്ന് ലഭിക്കുന്നത്. ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്ത കേസാണ്. അത് പാർട്ടി ഇനിയും അതേ രീതിയിൽ തന്നെ മോണിറ്റർ ചെയ്ത് മുന്നോട്ട് പോകും. കാരണം എന്താ വെച്ചാൽ പയ്യൻ നിങ്ങൾ പറഞ്ഞതുപോലെ ചെറിയൊരു കുട്ടിയെ കൊന്ന കേസാണ്. ആ കേസിൽ വെറുതെ അങ്ങോട്ട് കൊന്നതല്ല, ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്, എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നീതി നടപ്പിലാവണം. അതിനുവേണ്ടി അവസാനം വരെ ഞങ്ങൾ നിൽക്കും. അതാണ് അതിൽ ഒരു വിട്ടുവീഴ്ചയും ഒരു അമാന്തോ കാര്യങ്ങളോ വരാതെ അവസാനം വരെ നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, താങ്കൾ ഈ വിഷയത്തിൽ ഇടപെട്ടു, അതുപോലെ തന്നെ കൊലക്കുറ്റം ഒഴിവാക്കാൻ അത്തരം കാര്യങ്ങളൊക്കെ അതൊക്കെ പറഞ്ഞ അപ്പൊ തന്നെ പറഞ്ഞവരെന്നൊക്കെ തള്ളിക്കളഞ്ഞ കാര്യമാണ്. നിശ്ചയിച്ച അത്തരം കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ പല വർത്തമാനങ്ങളും. അരിയിൽ ഷുക്കൂർ ഞങ്ങൾക്കൊരു വികാരമാണ്. ഒരു ചെറിയ കുട്ടിയാണ്. ആ കുട്ടിയുടെ കൊലപാതകം അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു വലിയ സെന്റിമെന്റ്. അതിൽ യാതൊരുവിധ അപാകതയും ഒരു കാലത്തും വന്നിട്ടില്ല, വരൂല്ല, വരാൻ ഞങ്ങൾ സമ്മതിക്കൂല്ല. നീതി ലഭിക്കുന്നവരെ പോരാടും. CBIയുടെ അന്വേഷണത്തിൽ, അതായത് ഈ ഗൂഢാലോചന കുറ്റമാണ് ഇപ്പോൾ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ രണ്ടുപേരും കണ്ണൂർ രാഷ്ട്രീയത്തിലും പ്രബലരാണ് എന്ന് താങ്കൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അവർക്ക് കിട്ടാവുന്ന സഹായങ്ങൾ ഉണ്ടാകാം. അങ്ങനെയുള്ളതിനൊക്കെ ഒരു രാഷ്ട്രീയ പ്രതിരോധം കൂടുതൽ ശക്തമാക്കേണ്ടതില്ലേ ലീഗിന്റെ ഭാഗത്തു നിന്ന്? ആയിരിക്കാം, പ്രഗത്ഭരായിരിക്കാം, ആരായാലും കുഴപ്പമില്ല. ഇന്ത്യ രാജ്യത്ത് ഇപ്പൊ നമുക്കറിയാലോ, കേന്ദ്ര ഗവൺമെന്റ് ഒരു പ്രത്യേക രീതിയിൽ പോകണോ, നമ്മൾ നിന്ന് പോകുന്നില്ലേ? കോടതിയിൽ പോരാടും, നിയമപരമായി പോരാടും. ജനാധിപത്യമല്ലേ, നമുക്ക് നമ്മുടേതായ ഭരണമില്ലാത്തവർക്കും അതിൻ്റെതായ റൈറ്റ് ഉണ്ടല്ലോ. അതുകൊണ്ട് അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. ആര് ഭരിക്കട്ടെ, പക്ഷേ ഇവിടെ ഉള്ള പാർട്ടി തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും. അതിൻ്റെ ഒരു പ്രവർത്തകൻ, ചെറിയൊരു കുട്ടി, ഒരു പയ്യൻ ഈ രീതിയിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് നീതി ലഭിക്കുന്നവരെ പോരാടുക ചെയ്യും. അത് സാധിക്കുകയും ചെയ്യും. ജനാധിപത്യ സംവിധാനമാണ് ഇത്, ഭരണം വേണമെന്നില്ല. ഈ കുടുംബത്തിനൊപ്പം, അതായത് ഇപ്പോൾ ഈ കുട്ടിയുടെ, അതായത് ഷുക്കൂറിന്റെ അമ്മയാണ് ഈ വിടുതൽ ഹർജി തള്ളണമെന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചത്. അതുകൊണ്ട് കൂടിയാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ആ കുടുംബത്തിനൊപ്പം കുറച്ചുകൂടി പിന്തുണ അവർക്ക് നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാവുന്നതല്ലേ? തീർച്ചയായിട്ടും. ഞങ്ങളെ വക്കീലാണ്, ഞങ്ങളെ ലോയേഴ്സ് ഫോറത്തിന്റെ ഹെഡാണ് അഡ്വക്കേറ്റ് ഷാ. അത് മറ്റു വക്കീൽമാരെല്ലാവരും ഉണ്ട്. ഞങ്ങൾ തന്നെയാണ് ഈ കേസ് നടത്തുന്നത്. അവർക്ക് എല്ലാ പിന്തുണയും കൊടുക്കും. ആവശ്യമായവർക്ക് മുഴുവൻ പാർട്ടി ഉണ്ടാവും അവസാനം വരെ. തീർച്ചയായും അത് വലിയൊരു ഉറപ്പാണ്. വളരെ നന്ദി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചതിന്.